ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ഭക്തരും ദൈവത്തിന് പ്രിയങ്കരരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ പുകഴ്ത്തുന്നു. അതിമനോഹരമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ തിരുമുമ്പാകെ ഒരിക്കൽ കൂടി തലകളെ വണക്കുവാൻ, ദൈവകൃപ ആസ്വദിക്കുവാൻ, ദൈവത്തിങ്കിൽ നിന്ന് ആലോചന പ്രാപിക്കുവാൻ ദൈവം തരുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു കർത്തൃ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപകളെ പ്രാപിക്കുന്നിടത്തോളം സന്തോഷം മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് കാതോർക്കുമ്പോൾ പരിശുദ്ധ ദൈവം എന്നോടും നിങ്ങളോടും പറയാൻ എൻ്റെ പക്കൽ ഏൽപ്പിച്ച ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന അദൃശ്യ ദൈവം എന്നോടുകൂടെ നിങ്ങളോടുകൂടെ എപ്പോഴും കൂടെ ഇരുന്ന് കൈത്താങ്ങൾ തന്ന് ബലപ്പെടുത്തുന്ന മഹാദൈവത്തിന് എല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും കരയറ്റിക്കൊണ്ട് റോമാലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം വായിച്ച് ചില ആത്മീക കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. റോമാലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ഒന്നോടെ പറയാം, അതായത് നിങ്ങൾക്ക് എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. റോമയിൽ പോകാൻ ഒത്തിരി ആഗ്രഹിച്ച മനുഷ്യനാണ് പൗലോസ്. അദ്ദേഹം അത് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് റോമാക്കാരുടെ ഇടയിലേക്ക് പൗലോസ് ഏറ്റവും അവസാനമായി കണ്ടൊരു പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം റോമാ നഗരം. ഒരുപാട് പട്ടണങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്യുകയും ഒത്തിരി പട്ടണങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും സഭ സ്ഥാപിക്കുകയൊക്കെ ചെയ്ത മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹമായിരുന്നു ആ കാലത്ത് റോമ എന്ന് കാണണമെന്നുള്ളത്. എന്തിനാണ് റോമാ സഭയിൽ ചെന്ന് റോമാക്കാരെ, റോമയിലുള്ള വിശ്വാസ സമൂഹത്തെ, അവിടുത്തെ കർത്താവിൻ്റെ സഭയെ ഒന്ന് കൂടിക്കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചത് എന്തിനാണ് എന്നതാണ് ഇവിടെ ഈ ഭാഗത്ത് ഈ 10, 11, 12 വാക്യങ്ങൾക്കകത്തെല്ലാം പരാമർശിക്കുന്നത്. ആ ആഗ്രഹം മുഴുവൻ ഇവിടെ പ്രതിപാദിക്കാൻ സമയമില്ല. 12-ാം വാക്യത്തിലെ കാര്യം മാത്രം നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ വാക്യം സൂക്ഷിച്ച് നിരീക്ഷിക്കുമ്പോൾ, ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ അടുക്കലേക്ക് എനിക്കൊന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ വന്നിട്ട്, അതായത് നിങ്ങളും ഞാനും കൂടി ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുക. അവിടെ വന്നിട്ട് എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനും നാട് കാണാനും ഒന്നുമല്ല. നിങ്ങളോടുകൂടെ ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ എനിക്കും നിങ്ങൾക്കും ആശ്വാസം കിട്ടും. അതങ്ങ് തെളിഞ്ഞിങ്ങ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് ഒന്ന് ഏകാഗ്രമാകണം. 2 ദൈവമക്കൾ, പൗലോസ് അതികായനാണ്, വലിയവനാണ്. ദർശനത്തിൻ്റെ ആധിക്യം കൊണ്ട് ശൂലം കൊടുത്ത് നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം നിർത്തിയിരിക്കുന്ന അത്രയ്ക്ക് ആത്മീകനും ഭക്തനുമാണ്. ആ മനുഷ്യൻ ഈ ദൈവമക്കളെ ഒരുമിച്ച് കാണുമ്പോൾ അവരൊരുമിച്ചുള്ള വിശ്വാസം, അതിഥിയായി വരുന്ന പൗലോസിൻ്റെയും ആ സഭക്കാരുടെയും കൂടി ഒത്തൊരുമിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് സഭക്കാർക്കും പൗലോസിനും ആശ്വാസം കിട്ടും. 1-ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണേ, ഇന്നത്തെ പോലല്ല. ഉപദ്രവങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ. റോമാ പട്ടണത്തിൽ കിരാതന്മാരായിരിക്കുന്ന ആളുകൾ ഭരണം നടത്തുന്ന അന്ധകാര ശക്തികളുടെ ഒരു വലിയ കേന്ദ്രമായിരിക്കുന്ന റോമയിൽ സത്യവിശ്വാസം നിലനിർത്തുക എന്ന് പറയുന്നത് ആ സഭയുടെയും, ലോകം മുഴുവൻ സത്യസുവിശേഷം അറിയിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച ധന്യനായ അപ്പോസ്തലൻ പൗലോസിൻ്റെയും ഇവരെ 2 പേരുടെയും ആശ്വാസമെന്ന് പറയുന്നത് ഇവിടെ അത്യാവശ്യം കച്ചവടം പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ കൊച്ചിന് 4 മാർക്ക് കുറഞ്ഞതിൻ്റെ ടെൻഷനൊന്നുമല്ല. ഈ ഭൂമിയിൽ ക്രിസ്തു രക്ഷകനാണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ, അവരുടെ ആശ്വാസം, കംഫർട്ട്, സ്ട്രെങ്ത്നെസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഇവർ ഒരുമിച്ച് കൂടിക്കാണുമ്പോൾ, ആ കൂടിക്കാഴ്ചക്കകത്തല്ല,
ഒരു രണ്ട് ദൈവമക്കൾ ഒരുമിച്ച്, രണ്ട് ഭക്തന്മാരൊരുമിച്ച്, ക്രിസ്തുവേശുവിനെ വിശ്വസിക്കുന്ന രണ്ടുപേർ ഒരുമിച്ച് കൂടിക്കാണുമ്പോൾ, ആ രണ്ടുപേരും ഒരുമിച്ച് അവരുടെ വിശ്വാസം പങ്കുവെക്കുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ, അവിടെ ഉണ്ടാകുന്നൊരു ബലം, അവിടെ ഉണ്ടാകുന്നൊരു ആശ്വാസം ലോകത്തിൽ വേറെങ്ങും കിട്ടിയല്ല. അതാ പൗലോസ് ഇവിടെ ക്ലെയിം ചെയ്യുന്നത്. ഞാൻ അവിടെ വന്നു, എൻ്റെ കയ്യിൽ എന്തോ നിങ്ങൾക്ക് തരിക എന്ന് പറയുന്നതിനപ്പുറം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവിനെ വിശ്വസിക്കുന്ന വിശ്വാസവും, ഈ ലോകത്തിൽ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് യേശുവിന് വേണ്ടി ആ പട്ടണത്തിൽ നിൽക്കുകയും അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഒത്തൊരുമിച്ച് വിശ്വസിക്കുമ്പോൾ അസാധാരണമായിരിക്കുന്ന ആശ്വാസത്തിൻ്റെ വ്യാപാരം ദൈവമായ കർത്താവ് നമുക്ക് രണ്ടു കൂട്ടർക്കും തരും. ഭയങ്കര ആശ്വാസം, ഭയങ്കര ബലപ്പെടുത്തൽ ഉണ്ടാകും. അത് സത്യമാണ് കേട്ടോ. രണ്ട് ദൈവമക്കൾ, പ്രത്യേകിച്ച് കൃപയുള്ളൊരു ദൈവദാസൻ, പ്രാർത്ഥിക്കുന്നൊരു ദൈവഭക്തൻ, അതുപോലെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ, ഇവരൊരുമിച്ച് കൂടിക്കാണുമ്പോൾ, അവരൊരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ, അവരൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവരൊരുമിച്ച് സംസാരിക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിലുണ്ടാകുന്ന അസാധാരണമായിരിക്കുന്ന ആത്മബലവും ശക്തിയും അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒരുപാട് തരം വിശ്വാസമുണ്ട്. പക്ഷെ ക്രിസ്തീയ വിശ്വാസം, യേശുക്രിസ്തുവിങ്കൽ വിശ്വസിക്കുന്ന സഭയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന വിശ്വാസം, നമ്മളത് ഓർത്തോളണം. ലോകക്കാരെന്തെങ്കിലും വിശ്വസിക്കുന്നു, അത് തന്നെ നമ്മളും വിശ്വസിച്ച് പിന്നെ സഭയ്ക്കകത്തും കയറിയിരുന്ന് അല്പം സഭയുടെ കാര്യം കൂടി എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുന്ന വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം. ഞാൻ ഓർപ്പിച്ച പോലെ ലോകത്തിൽ ഒരുപാട് തരം വിശ്വാസമുണ്ട്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഞാൻ തന്നെയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ദൂതന്മാരൊന്നും ഇല്ല, ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്നവർ 1-ാം നൂറ്റാണ്ട് മുതലുണ്ട്. യേശു ദൈവം അല്ലെന്ന് പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട്. മരണാനന്തരം സമ്പൂർണ്ണ നിഗ്രഹ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതെല്ലാം ഒരു ജന്മം ഇവിടെ കിട്ടുന്നു, അത് കഴിയുമ്പോഴെല്ലാം തീരുന്നു, മണ്ണോട് മണ്ണാകുന്നു, പിന്നെ അപ്പുറത്തേക്ക് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ജന്മാന്തര വിശ്വാസം, അങ്ങനൊരു വിശ്വാസമുണ്ട്. ഈ ലോകത്തിൽ നന്നായി ജീവിക്കുന്നവർ അടുത്ത ജന്മത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം കിട്ടുന്നു, ദോഷമായി ജീവിക്കുന്നവർ ഈച്ചയും പൂച്ചയൊക്കെ ആയിട്ട് ഇവിടെ ജനിക്കുന്നു. അങ്ങനെ ജന്മാന്തര വിശ്വാസം ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ അപ്പുറമാണ് ക്രിസ്തീയ വിശ്വാസം. അതിൻ്റെ പ്രത്യേകത കുറേ തോന്നലുകളല്ല, ഊഹാപോഹങ്ങളല്ല, പിന്നെയോ ക്രിസ്തീയ വിശ്വാസം അത് അടിസ്ഥാനപരമായി സാക്ഷികളാൽ ഉറപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ പൗലോസ് ഒരു സാക്ഷിയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെ എൻ്റെ സാക്ഷിയാകണം എന്ന് പറഞ്ഞാൽ അറിവ് തലയ്ക്കകത്ത് ചീർപ്പിച്ചിട്ട് തർക്കിക്കാനും വാദിക്കാനും മറ്റൊരുത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കൂമ്പടപ്പിക്കാനുമുള്ള ജ്ഞാനം കാണാപ്പാടം പഠിച്ച് ശാസ്ത്രം പഠിച്ച് അത് വെച്ച് തോൽപ്പിക്കുന്നൊരു വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം. പിന്നെയോ യേശു പറഞ്ഞു സാക്ഷികളാകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അനുഭവ സമ്പന്നമാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം ഈ ക്രിസ്തീയ മാർഗത്തിൻ്റെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ അറിവിൽ സമ്പന്നരാണെന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിനാൽ അവരുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, യേശു ജീവിക്കുന്നു എന്നതിന്, കർത്താവ് വിടുവിക്കുമെന്നതിന്, കർത്താവ് ഒരു വിഷയത്തിൽ ഇടപെടുമെന്നതിന്, ചില കാര്യത്തിൽ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമെന്നതിന്, നമ്മുടെ വിഷയത്തിന് മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതിന്, നിൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിൽ ദൈവം നിന്നെ തനിച്ചാക്കൽ, ഈ യേശുവിനെ വിശ്വസിച്ചാൽ, ഈ കർത്താവിനെ വിശ്വസിച്ചാൽ, ഈ മാർഗം വിശ്വസിച്ചാൽ, ഈ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചാൽ അവൻ വെള്ളത്തിലാകില്ല എന്നതൊരു തത്വമല്ല, 1000 സാക്ഷികളെ കൊണ്ട് തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ട് നാം വിശ്വാസത്തിൻ്റെ നായകനെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ, നിങ്ങൾ ക്ഷീണിക്കില്ല എന്നുറപ്പിക്കാൻ കാരണം 10,000 സാക്ഷികളാൽ ഉറപ്പിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ചിലർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കും, അവർ പ്രതിസന്ധികളെ തോൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, പൗലോസ് ആ കൂടിക്കാണാൻ ആഗ്രഹിച്ചതിൻ്റെ പ്രത്യേകത ഉണ്ടോ? ഒരേപോലത്തെ വിശ്വാസമുള്ള രണ്ട് കക്ഷികൾ തമ്മിൽ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ സാക്ഷികളാകുന്ന വരുന്ന, ഇവിടെ നിന്ന് റോമിലേക്ക് എത്തിച്ചേരുന്ന പൗലോസും റോമിൽ യഥാസ്ഥിതികരായി നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ സഭയും ഇവരൊരുമിച്ച് ഒരു കൂടാരത്തിൻ്റെ കീഴെ ഇരുന്ന് പാടിയും പ്രാർത്ഥിച്ചും വചനം ശുശ്രൂഷിച്ചും ഒന്നിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുഭവങ്ങൾ പങ്കുവെച്ചും
അങ്ങനെ ഒരു കൂട്ടായ്മ നടക്കുമ്പോൾ, പൗലോസ് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ വീടുകൾ കയറി ഇറങ്ങി ആഹാരം കഴിച്ചു പോരാനല്ലല്ലോ, ആ സഭയ്ക്കകത്ത് പോയി നിങ്ങൾക്ക് ചിലത് തരണം എന്ന് ആഗ്രഹിച്ചാൽ ചെല്ലുന്നത്. അതെന്താണ്? തനിക്ക് കിട്ടിയ പ്രകാശനം, തൻ്റെ സാക്ഷ്യം ദൈവമക്കളോട് ചേർന്ന് ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ ആ വാക്കിനായി സ്തോത്രം ചെയ്യുന്നു. ഭയങ്കര ആശ്വാസം, ഭയങ്കര ബലം നൽകും. പ്രിയപ്പെട്ടവരെ, കറ തീർന്ന വിശ്വാസമുള്ളവരുമായിട്ട് ആത്മസമ്പർക്കം പുലർത്തണം. അവരുടെ അനുഭവങ്ങൾ കേൾക്കണം. അവരെ നടത്തിയ വിധങ്ങൾ മനസ്സിലാക്കണം. അവരെ നടത്തുന്ന ദൈവത്തെ അടുത്തറിയണം. കുറേ തത്വങ്ങൾ തലയ്ക്കകത്ത് വെച്ചിട്ട് കഥയില്ല. പോളിസികളല്ല ക്രിസ്തീയ മാർഗത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ല്. സാക്ഷികളുടെ വലിയ സമൂഹമാണ്. ആ വിശ്വാസം അടിസ്ഥാനപരമായി ബൈബിളിനും വചനത്തിനും നിരക്കുന്നതാണ്. യേശു താൻ പഠിപ്പിച്ച അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്. അതവരെ അനുഭവിക്കുക, തെളിയിക്കുക ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവ് കൊണ്ടല്ല, ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും വസ്തുതകൾ കൊണ്ടല്ല, സ്വന്തം അനുഭവത്തിലൂടെ യേശു ജീവിക്കുന്നു, വിഷയങ്ങളിൽ ഇടപെടുന്നു എന്ന് ഞാൻ നിങ്ങളോടും പറയാം. നിങ്ങൾ തിറമാർന്ന വിശ്വാസികളുമായി ആത്മസമ്പർക്കം പുലർത്തണം. സംശയിപ്പിക്കുന്നവരല്ല, തെറ്റിദ്ധരിപ്പിക്കുന്നവരല്ല, കർത്താവിൽ അടിസ്ഥാനപ്പെട്ടവർ. ആ വിശ്വാസം നിങ്ങളെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തും, ആശ്വസിപ്പിക്കും, ബലപ്പെടുത്തും. വരുന്നവനും ബലപ്പെടും, നിൽക്കുന്നവനും ബലപ്പെടുത്തും. അതാണ് ഈ പറയപ്പെട്ട ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ നന്മകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. കൂട്ടായ്മ നിങ്ങൾ കണ്ടെത്തൂ, നല്ലവരുമായിട്ട് സമ്പർക്കം പുലർത്തൂ. നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, ഇപ്പോൾ കിടക്കുന്ന വിഷയത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ ഇങ്ങനത്തെ കൂട്ടായുള്ള ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിന് കഴിയും. അതിന് സംഭവിക്കട്ടെ. അങ്ങനെ പ്രശ്നങ്ങളെ തോൽപ്പിച്ച് ജയഭേരി മുഴക്കി മുന്നോട്ട് പോകാൻ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇതൊന്നോടെ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുക, വിശ്വസിക്കുക. രോഗങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ഭൂമിയിൽ തന്നെ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ഓടിത്തീർക്കുക, നിത്യത സ്വന്തമാക്കുക. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് വിശ്വസിക്കാം, ധന്യരാകാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ നല്ല ആലോചന, ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന ആശ്വാസം, നാഥ, അതൊരു അസാധാരണമാണ്. ഒന്നോടെ തെളിഞ്ഞ് ഞങ്ങൾക്കിത് കിട്ടണേ. ആ വിധത്തിൽ ചിലരൊന്നിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾ തോൽക്കണേ, സാക്ഷികൾ ഉളവാകണേ. ദൈവം പ്രവർത്തിക്കണം. ഇത് കേട്ടവർക്ക് അസാധാരണ ആശ്വാസം ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.